അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എങ്ങനെയാണ് കുക്കറിൽ വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ്. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് 1/2 കിലോ ബീഫ് ഇവിടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിലാട്ടോ ഇപ്പോൾ ഇവിടെ കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു ബീഫ് എന്ന് പറയുന്നത് ഒട്ടും എല്ലില്ലാത്തതാണ്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബസ്മതി റൈസ് ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജീരകശാല എടുക്കാം. 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കഴുകി ക്ലീനാക്കിയതിന് ശേഷം അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് നെയ്യും 3 ടേബിൾ സ്പൂണും ഓയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഇട്ട് കൊടുക്കാം. 6 ഒനിയനാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ വലുതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഒനിയൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒനിയൻ ഒന്നുകൂടെ ഒന്ന് വഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ എത്രത്തോളം വെളുത്തുള്ളി എടുക്കുന്നുണ്ടോ അതിന് പകുതി മാത്രം ഇഞ്ചി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് തക്കാളിയാണ്. അപ്പൊ 2 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇനി ബീഫ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും ബീഫൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ആവുന്ന തരത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതിലേക്ക് എരിവിനായിട്ട് വേറെ മുളക് പൊടി അങ്ങനത്തെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഗരം മസാലയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും എരിവ് മാത്രമാണ് ഇതിലുണ്ടാവുക. അതാണ് ഈ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം എരിവ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഗരം മസാല അല്ലെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികളും ബീഫും എല്ലാം ഒന്ന് മിക്സ് ആവുന്ന തരത്തിലൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 7-8 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ ഈ ബീഫ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ബീഫ് വേവാനായിട്ട്. ചില ബീഫിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളത കുറേശ്ശായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം ഉടഞ്ഞു പോകരുത്. ഒരു 90 to 95% മാത്രം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് എന്തായി നോക്കാം. അപ്പോൾ ഇത് ബീഫൊക്കെ അവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു മസാല എന്ന് പറയുന്നത് അധികം ഡ്രൈ ആവാൻ പാടില്ല. ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ബീഫ് വേവിച്ച് കഴിഞ്ഞാൽ മസാലയിൽ ഇതിനേക്കാളും കുറച്ചധികമാണ് വെള്ളം കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി മസാല ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊതിന ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇവിടെ ആ ടേസ്റ്റ് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്കത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പോളം പൊതിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ തൈരും 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ബിരിയാണിക്കുള്ള മസാല കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള റൈസും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൈസിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്, അധികം വെന്തടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഊറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മളുടെ റൈസൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ദം ചെയ്തെടുക്കേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മസാലയിൽ നിന്ന് പകുതി ഭാഗം ഒരു പ്ലേറ്റിലോട്ടോ ബൗളിലോട്ടോ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ കേട്ടോ നമ്മൾ ദം ചെയ്തെടുക്കാനായിട്ട് പോണതും. ഈ ഒരു മസാല ഇപ്പോൾ ഗ്യാസിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ചോറെടുത്തിട്ട് ഈ മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അത് പകുതി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോറ് എല്ലാ സൈഡിലേക്കും ഒരേ ലെവലിലൊന്ന് ആക്കി കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും അതുപോലെ തന്നെ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതിന് മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആദ്യം ചെയ്ത പോലെ ഈ ബാക്കിയുള്ള ചോറും കൂടെ ഈ മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് ഒനിയനും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒനിയൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒനിയന് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ അത് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ ബിരിയാണിയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കൂടിയിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അതുപോലെ തന്നെ എളുപ്പമായിട്ട് ഉണ്ടാക്കാനും പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.